നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയെ മലിനമാക്കുന്നവർക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർക്കണമെന്ന് കെ ഡി പ്രസേനൻ MLA. പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാനുള്ള പ്രാധാന്യം പുതുതലമുറകൾക്ക് കൂടി പകർന്നു നൽകാൻ കഴിയണമെന്നും കെ ഡി പ്രസേനൻ. വരും തലമുറയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് PP സുമോദ് MLA. ആഗോളതാപനം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായി മാറ്റണമെന്നും PP സുമോദ്. പ്ലാസ്റ്റിക് രഹിത ജീവിതം വീണ്ടെടുക്കാമെന്ന സന്ദേശവുമായി നാടെങ്ങും പരിസ്ഥിതി ദിനാചരണം. ലോക പരിസ്ഥിതി ദിനത്തിൽ എങ്ങും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയെ മലിനമാക്കുന്നവർക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർക്കണമെന്ന് കെ ഡി പ്രസേനൻ MLA. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെ മലിനമാക്കുന്ന എല്ലാ രൂപത്തിലുമുള്ള അന്തരീക്ഷ മലിനീകരണത്തിനും ഇടയാക്കുന്ന വസ്തുക്കളെ ആഗിരണം ചെയ്ത് മനുഷ്യനെ സംരക്ഷിക്കുന്നത് ഇത്തരം വൃക്ഷങ്ങളാണ്, സസ്യങ്ങളാണ്. അതിൽ പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ബഹിർഗമനം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ വൃക്ഷങ്ങളാണ്. ലോകത്തെല്ലായിടത്തും കാർബൺ ബഹിർഗമനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വികസിത മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു തരത്തിലുമുള്ള പ്രകൃതി സംരക്ഷണവുമില്ലാതെ, പരിസ്ഥിതി കാഴ്ചപ്പാടുമില്ലാതെ നടപ്പാക്കപ്പെടുന്ന വികസന നയങ്ങളുടെ ഭാഗമായി മാനവരാശിക്കും മറ്റ് ജീവജാലങ്ങൾക്കുമെല്ലാം അപകടം വരുത്തുന്ന രൂപത്തിലുള്ള അന്തരീക്ഷ മലിനീകരണമാണ് ലോകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കാൻ ഓരോ മനുഷ്യർക്കും ഓരോ പ്രദേശത്തിനും കഴിയാവുന്നതെല്ലാം ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദികളായ പ്രതികൾ നന്നാവുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ ലോകത്തെ ഈ രൂപത്തിൽ നശീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംവിധാനം നന്നായി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാനുള്ള പ്രാധാന്യം പുതുതലമുറകൾക്ക് കൂടി പകർന്നു നൽകാൻ കഴിയണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. മമ്പാട് ഖാദി ഗ്രാമോദയ സംഘം വളപ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, കെ രവീന്ദ്രൻ, രാജി കൃഷ്ണൻകുട്ടി, വീര സാഹിബ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. വരും തലമുറയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് PP സുമോദ് MLA. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചുമൂർത്തിമംഗലം മൂച്ചിത്തൊടി പുഴ പരിസരത്ത് നടത്തിയ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എത്രയോ വർഷക്കാലമായി ഈ ദിനാചരണം പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഭൂമിയെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനും ആഗോള താപനത്തിന് മരമാണ് മറുപടി എന്ന മുദ്രാവാക്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനും സാക്ഷാത്കരിക്കാനും വേണ്ടിയുള്ള പ്രചുരമായ പ്രവർത്തനങ്ങളാണ് നാടൊട്ടാകെ നടക്കുന്നത്. കേരളത്തിലെമ്പാടും ഇന്ന് ജനപ്രതിനിധികളും സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും എല്ലാം, കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും ആബാലവൃദ്ധം ജനങ്ങളാകെ ഇന്ന് ഈ പദ്ധതിയുടെ ഭാഗമാവും. ഈ ദിനത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകത പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് എന്നത് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന നിലയിലേക്ക് മാറുന്ന സാഹചര്യം പൊതുവിലുണ്ട്. ആഗോളതാപനം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായി മാറ്റണമെന്നും PP സുമോദ് പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. രശ്മി ഷാജി, ഉഷാകുമാരി, സേതു, കെ മോഹൻദാസ്, ശ്രീവിദ്യ, ഫിനോയ്, രാജഗോപാൽ, രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. തടാകങ്ങളും
സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും വിധമുള്ള എല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്ലാസ്റ്റിക് രഹിത ജീവിതം തിരഞ്ഞെടുക്കാമെന്ന സന്ദേശവുമായി നാടെങ്ങും പരിസ്ഥിതി ദിനാചരണം. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പൊതുജനത്തെ ഓർമ്മിപ്പിക്കുന്നതിനും അതിനായി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വെറുമൊരു ദിനാചരണത്തിനപ്പുറം പ്രകൃതിയെ നമ്മൾ അത്ര കണ്ട് പരിപാലിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൽകുന്നത്. പച്ചപ്പിനാൽ സമ്പന്നമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതിനായി നാം ഓരോരുത്തരും കൈക്കൊള്ളേണ്ട ഉത്തരവാദിത്വങ്ങൾ എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ദിനം. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വിവിധ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടും പരിസരം ശുചീകരിച്ചും ആചരിക്കുക പതിവാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മംഗലം ഗാന്ധി സ്മാരക സ്കൂളിൽ വിവിധ പരിപാടികൾ നടത്തി. പഠനോപകരണങ്ങൾ, സാനിറ്ററി നാപ്കിൻ, ഡിസ്പോസിബിൾ മെഷീൻ തുടങ്ങിയവ വിതരണം ചെയ്തു. അസോസിയേഷൻ ചിറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീലും നടന്നു. ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ കെ വാസുദേവൻ പിള്ള പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പൊല്യൂഷനെ തോൽപ്പിക്കുക എന്നതാണ്. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് മുദ്രാവാക്യങ്ങളെ. ഈ മുദ്രാവാക്യം കണ്ട ഉടനെ ഇനി പ്ലാസ്റ്റിക് തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്ന തെറ്റിദ്ധാരണയിലേക്കാണ് ആൾ പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഈ പ്ലാസ്റ്റിക് കടലിലേക്കും കരയിലേക്കും വായുവിലേക്കും വിടുന്നതായിട്ടുള്ള അപകടകരമായ അവസ്ഥ അത് ലോകത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന മാലിന്യത്തെയും മലിനീകരണത്തെയും ചെറുക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. അവിടെയാണ് സ്ക്രാപ്പ് മർച്ചൻറ്റ്സ് അസോസിയേഷൻ്റെ പ്രാധാന്യം കുറേ കൂടി വലുതാകുന്നത്. സ്കൂൾ ഹെഡ് മിസ്റ്റർ PU ബിന്ദു, കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി അർജുൻ വിനായക, ആലത്തൂർ മേഖലാ പ്രസിഡന്റ് നിസാർ, സംഘടനാ ഭാരവാഹികളായ ഷെരീഫ് മുടപ്പല്ലൂർ, സുൽഫിക്കർ അലി, സക്കീർ, ഷംസുദ്ദീൻ, റാഫി പാലക്കാട്, സനൂപ് എന്നിവർ സംസാരിച്ചു. ലോകത്തിൽ ഒരു ഭൂമി എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനമാക്കി പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് 143 രാജ്യങ്ങൾ ഈ ആശയവുമായിട്ട് സഹകരിച്ച് ലോകരാജ്യങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് US ആണ്, അമേരിക്കയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങൾ ഇന്ന് KSMA ആലത്തൂർ മേഖല ഈ സ്കൂൾ ഗാന്ധിഗ്രാമ സ്കൂളിലേക്ക് ഒരു ഇൻസുലേറ്റർ അതുപോലെ തന്നെ മറ്റ് ശുചീകരണ നേതൃത്വം കൊടുക്കുന്നുണ്ട്. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകരും വടക്കഞ്ചേരി വിനായക ട്രേഡേഴ്സ് ജീവനക്കാരും ചടങ്ങിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് വടക്കഞ്ചേരി 1, 2 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പരിസ്ഥിതി ദിനത്തിൽ വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടാണ് പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കാളികളായത്. കാലത്ത് വടക്കഞ്ചേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിസരങ്ങളിൽ വൃക്ഷത്തൈ നട്ടതിനു ശേഷം വടക്കഞ്ചേരി പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പൊതുപരിപാടി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K. വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പെൻഷൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ലോക പരിസ്ഥിതി ദിനം ഇന്ന് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നതാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള അന്ന് മുതൽ നമ്മളെന്നും അത് കൊണ്ടാടുന്നു എന്നുള്ളതാണ്. മാലിന്യമാണ്, പ്ലാസ്റ്റിക് മാലിന്യം ആണ് നമ്മളുടെ ഇന്നത്തെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിനെ നമുക്ക് എങ്ങനെ, അതാണ് ഇന്നത്തെ അവസ്ഥ. മറ്റേ ഭൂമിയിലെ അഴുക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിലനിന്ന് നമ്മളുടെ സ്വത്ത്, ജംഗമ സ്വത്തുക്കൾ, അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥ, പ്രകൃതിയുടെ മക്കളാണ് നമ്മളെല്ലാം ഉള്ളതും. എഴുത്തുകാരി സുഗതകുമാരിയുടെ സൈലന്റ് വാലി നമുക്ക് മാതൃകയായി എടുത്തുകൊണ്ട് നമുക്ക് വനവൽക്കരണം ഉണ്ടാക്കി എല്ലാം ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. സംസ്ഥാന കൗൺസിൽ അംഗം MV അപ്പുണ്ണി നായർ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി അംഗം N. അപ്പുക്കുട്ടൻ, യൂണിറ്റ് പ്രസിഡന്റുമാരായ N. രവിദാസൻ, P. ചന്ദ്രൻ, വിരമിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ രാമൻകുട്ടി, V. ചന്ദ്രൻ, A. രാമചന്ദ്രൻ, A. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കുചേർന്ന കവിതാ ജ്വല്ലറി. വടക്കഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് കവിത ജ്വല്ലറി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തതെന്ന് വടക്കഞ്ചേരി ഷോറൂം മാനേജർമാരായ
ഗോകുൽ ഗോപി, എ അഷ്റഫ് എന്നിവർ പറഞ്ഞു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആഗോളതാപനം. അപ്പോൾ അതിന് എതിരായി നമ്മൾ കവിത ഗോൾഡൻ ഡയമണ്ട്സും കൈകോർക്കുകയാണ്. ഇന്ന് നമ്മളുടെ എല്ലാ ഷോറൂമിലും വരുന്ന കസ്റ്റമേഴ്സിന് ഓരോ വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുകയാണ്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടനുബന്ധിച്ച് നമ്മുടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു വൃക്ഷത്തൈകൾ കൊടുക്കുക എന്നാണ്. അതുപോലെ അനുബന്ധിച്ച് എല്ലാ കവിത ഗോൾഡൻ ഷോപ്പിലെ എല്ലാ ഷോറൂമുകളിലും നമ്മളത് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നല്ലേപ്പുള്ളി ഒലുവുംപറ്റയിൽ സെൽഫിൻ്റെ മകൾ സ്മൃതയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. റബ്ബർ പാൽ സംഭരണത്തിനായി വടക്കഞ്ചേരിയിൽ ഏഷ്യൻ ലാറ്റക്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു. കർഷകർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. നമ്മൾ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു പദ്ധതി റബ്ബർ പാലുമായി ബന്ധപ്പെട്ടുള്ള റബ്ബർ കർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതി ആദ്യമായിട്ടാണ്. തീർച്ചയായും നമ്മുടെ കർഷകരെ ഏറ്റവും കൂടുതൽ നേരിട്ട് സംഭരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാരണം. ഒരുപാട് മലയോര മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു ഏറ്റവും വലിയ സൗകര്യം. പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ, ദേവദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ, വ്യാപാരി സംരക്ഷണ സമിതി ഭാരവാഹികളായ ബോബൻ ജോർജ്, CK അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ഗ്രേഡിംഗ് സംവിധാനത്തോടുകൂടി പരിശോധന നടത്തി കർഷകരിൽ നിന്നും റബ്ബർ പാൽ സംഭരിക്കാനുള്ള സംവിധാനമാണ് സ്ഥാപനത്തിനുള്ളതെന്ന് പ്രൊപ്പറേറ്റർ KP എൽദോസ് പറഞ്ഞു. നമ്മൾ തോട്ടങ്ങളിൽ ബാരൽ നിറയുമ്പോൾ 5 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൃഷിക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ആശയമാണ് ഡെയിലി ഇവിടെ എങ്ങുമില്ല ഡെയിലി പാൽ കളക്ഷൻ. അതായത് 100 മരം 200 മരം ഉള്ള പലരും വെട്ടുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ചെറിയ ജാറ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പാല് കൊണ്ടുവന്ന ഡെയിലി ഇവിടെ കളക്ഷൻ ഉണ്ട്. ഇന്ന് പാല് തന്നാൽ 2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് നിക്ഷേപിക്കാൻ പറ്റും. ഇപ്പോൾ അത് ആരും ചെയ്തിട്ടില്ല, വിജയിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മളത് തുടങ്ങി വെച്ചത്.